ഇത്തവണയും പാണക്കാട് സാദിഖലി തങ്ങൾക്ക് ഓണസമ്മാനം കൊടുത്തയച്ച് തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട്. ഓണക്കോടിയും ശർക്കരവട്ടിയും പായസവും ഉണ്ണിയപ്പവുമായി തന്ത്രി അയച്ച സംഘം ഉത്രാടത്തലേന്ന് തങ്ങളെ കണ്ട് ഓണസന്ദേശം കൈമാറി. അതാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. ഉണ്ണിയമ്പുതിരി എല്ലാ വർഷവും ഇപ്പോൾ കഴിഞ്ഞ 1-2 വർഷങ്ങളിലായിട്ട് കൂടുതലായിട്ട് ഞങ്ങളോട് അടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഇവിടെ വന്നു ഓണാശംസകൾ നേരും. ക്ഷേത്രത്തിലെ പരിപാടികൾക്കുണ്ടാകുമ്പോൾ ഞങ്ങൾ ക്ഷണിക്കാറുണ്ട്, ഞങ്ങളവിടെ പോകാറുണ്ട്. ആ ക്ഷേത്രത്തിലെ സഹായവും നമ്മുടെ ആളുകളൊക്കെ അവിടെ ചെയ്തു കൊടുത്തിട്ടുമുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സന്തോഷാവസരത്തിൽ വീണ്ടും അദ്ദേഹം ഞങ്ങൾക്ക് ആശംസ നേരാനായി വന്നിരിക്കുന്നു. ഐശ്വര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ദിനങ്ങളാണ് ഇത് വരാനിരിക്കുന്നത്. ഈ വർഷത്തെ ഓണത്തിന് ആർഭാടപൂർവ്വമുള്ള ഒരു ആഘോഷം ഗവൺമെൻറ് എല്ലാവരും ഒഴിവാക്കിയിരിക്കുകയാണ്. കാരണം വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വാസ്തവത്തിൽ നമ്മുടെ ഓണം, മലയാളിയുടെ ഓണം എന്നുള്ള തവണ നേരത്തെ തന്നെ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ആ വയനാടിൻ്റെ ദുരന്ത പശ്ചാത്തലത്തിൽ അതിന് ശേഷമുള്ള നാളുകളിൽ എല്ലാവരും ഒരുമയോടെ ഒറ്റക്കെട്ടായിട്ട് വിഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പണം പങ്കുവെച്ചുകൊണ്ട് എന്നതുപോലെ തന്നെ അവിടെ സേവനങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അവിടെ എല്ലാവരും ഒറ്റക്കെട്ടായി ജാതി മത ഭേദമന്യേ മാവേലി നാടിൻ്റെ ആ ഒരു മഹത്വം അത് കാഴ്ചവെക്കാൻ ആ വയനാട് ദുരന്തത്തിന് ശേഷമുള്ള ദിവസങ്ങളിൽ നമുക്ക് സാധിച്ചു. അപ്പോൾ സെപ്റ്റംബർ ആദ്യം തന്നെ നമ്മൾ ഓണം വാസ്തവത്തിൽ ആഘോഷിച്ചിരിക്കുകയാണ്. ആശംസാക്കുറിപ്പിനൊപ്പം ഇത്തവണ ഒരു ഒലീവ് മരത്തിൻ്റെ തൈ കൂടി തന്ത്രി കൊടുത്തയച്ചിരുന്നു. പരശുരാമനാൽ അനുഗ്രഹീതമായ തരണനല്ലൂർ തന്ത്രി കുടുംബാംഗമായ ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിക്ക് കേരളത്തിൽ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുടെ താന്ത്രികാവകാശമുണ്ട്. നാടെങ്ങും മാനവ സൗഹൃദത്തിൻ്റെ പുതുചരിത്രം നെയ്തെടുക്കാൻ അദ്ദേഹത്തിൻ്റെ താന്ത്രിക നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നു. കേരളത്തിൽ തന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ക്ഷേത്ര നവീകരണത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും പാണക്കാട് കുടുംബവും PK കുഞ്ഞാലിക്കുട്ടി, അബ്ദുൽ വഹാബ്, KP സുലൈമൻ ഹാജി, VKM അഷ്റഫ് തുടങ്ങി ഒട്ടനവധി പേർ നിർലോഭമായ പിന്തുണ നൽകിയിരുന്നു. പ്രതിനിധിയായിട്ട് ഞങ്ങൾ 2 പ്രാവശ്യം അമ്പലമുറ്റത്ത് വന്ന് പ്രസംഗിക്കുകയും അവിടെ നടന്ന എല്ലാ പരിപാടിയിലും വളരെ ഭംഗിയായി പങ്കെടുത്ത് ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ ആ നന്മനസ് തന്ത്രി എപ്പോഴും ഓർക്കുകയും ഈ ഓണക്കാലത്ത് അദ്ദേഹത്തിന് ഈ പ്രാവശ്യത്തെ ഓണം എന്ന് പറഞ്ഞാൽ നബിതിരുമേലി ജന്മദിനം ഓണം എല്ലാവർക്കും സന്തോഷമുള്ളതാണെങ്കിലും കുറച്ച് നമ്മളെ ഈ പ്രളയത്തിൻ്റെയൊക്കെ ഒരു ദുഃഖം ക്ഷേത്ര നവീകരണ ചടങ്ങുകളിൽ പങ്കെടുത്ത് തന്ത്രിയും തങ്ങളും ചേർന്ന് രചിച്ച മതസൗഹാർദ്ദത്തിൻ്റെ പുതുചരിത്രം രാജ്യാന്തര മാധ്യമങ്ങളിൽ പോലും വലിയ വാർത്തയായിരുന്നു. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആഡംബരങ്ങൾ ഒഴിവാക്കിയും ആഘോഷങ്ങൾ ചുരുക്കിയുമാണ് ഇത്തവണത്തെ ഓണാഘോഷം എന്നും തന്ത്രി അറിയിച്ചു. നിരാലംബരായ വൃക്കരോഗികൾക്ക് സാന്ത്വനമേകുന്ന ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെൻ്ററിന് തന്ത്രി ഒരു പണക്കിഴി കൊടുത്തയച്ചിരുന്നു. നിലവിൽ കണ്ണൂരിലെ പയ്യന്നൂർ തന്ത്രി മഠം കേന്ദ്രമാക്കിയാണ് തന്ത്രിയുടെ താന്ത്രിക നേതൃത്വം പ്രവർത്തനങ്ങൾ നടത്തുന്നത്. തന്ത്രിയുടെ പ്രതിനിധികളായി തലയൂർ വിനയരാജൻ മൂസത്ത്, ഗോപിനാഥ് ബാലകൃഷ്ണൻ നായർ, ദിലീപ് എന്നിവരാണ് പാണക്കാട് എത്തിയത്. അബ്ദുറഹ്മാൻ രണ്ടത്താണി, അഷ്റഫ് കോക്കൂർ, PA ജബ്ബാർ ഹാജി, PV അഹമ്മദ് സാജു എന്നിവരും സന്നിഹിതരായി. സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ എന്നിവരെയും സംഘം സന്ദർശിച്ചു. ന്യൂസ് 99 മലപ്പുറം.